ആയിട്ട് വന്ന് കണ്ട ഒരു ഇതുമില്ല. നേരിനെക്കാട്ടിയും മറ്റേ അന്വേഷിപ്പിൻ കണ്ടത്തിനെക്കാട്ടിയും അതിനെല്ലാം ഒരുപാട് ഹൈറ്റിൽ മേളിൽ നിൽക്കുന്ന ഫിലിമാണ്. അടിപൊളി സിനിമ, വളരെ ശക്തമായിരുന്ന തിരക്കഥയും ഞാൻ കുറേ കാലം കൂടി കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു 4-5 കൊല്ലത്തിനിടയിൽ ഇറങ്ങി ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഒരു പഴുതില്ലാത്ത ഒരു തിരക്കഥയാണ്. അവസാന നിമിഷം വരെയും സസ്പെൻസ് സൂക്ഷിക്കുന്ന സിനിമയാണ്. ഇല്ല, ഒരു കേസ് സ്റ്റോറിയാണ്. അത് നമുക്കൊരു പിടിയും തരില്ല. ഈ അവസാനം സിനിമയുടെ ഒരു അവസാനത്തെ 10 മിനിറ്റിൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് റിവീൽ ചെയ്യുള്ളൂ. കിളിയൊന്നുമല്ല, നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അത്ര നല്ല ഫിലിമാണ്. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയാണ്, സൂപ്പർ. എല്ലാവരും അനുശ്രീ, മിയ ജോർജ്, ബിജു മേനോനും ആസിഫ് അലിയുടെ മത്സരിച്ചുള്ള അഭിനയമാണ്. എന്ന് പറയുമ്പോൾ അത്രയും ഒരു നെഗറ്റീവും പറയാനില്ല. നമുക്കൊരു എന്തെങ്കിലും പിഴവ് പറ്റിയൊന്നും ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ല ഫിലിമാണ്. ജിസ്റ്റോയുടെ ഒരു സ്ഥിരം ആണ് അതിൻ്റെ ആളാണ്. പക്ഷേ പുള്ളി ഒരു ട്രാക്ക് മാറി ചെയ്ത് തിരക്കഥ പുള്ളി അല്ലാന്ന് തോന്നുന്നു, വേറെ ആരാണ് ചെന്നെ. പുള്ളി നല്ല സംഭാഷണവും സംവിധാനമാണ് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്, വളരെ നല്ലൊരു സിനിമയാണ്. എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ടർബോയുടെയും ഗുരുവായൂർ അമ്പലത്തിനിടയിൽ അതിനിടയിലായിപ്പോയി എന്നുള്ള, ചിലപ്പോൾ ഒരു ആഴ്ച ലേറ്റായിട്ടാണ് ഫിലിം റിലീസായതിന് എന്തായാലും സൂപ്പർ ഹിറ്റ് ആവും. അത്രയ്ക്ക് ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ലൊരു സിനിമ കണ്ടിറങ്ങിയതിൻ്റെ ഒരു ഫീലാണ്. എല്ലാവരും വളരെ ഒരു സൈലൻ്റ് ആയിട്ട് അടുത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കാറ്. അത്രയ്ക്ക് ഇന്നലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് കരയും ചെയ്തു ഭയങ്കരമായിട്ട്. അതെ, അത്രയ്ക്ക് നല്ല ഒന്നും പറയല്ല. പിന്നെ ഈ 2 വലിയ സിനിമകളുടെ ഇടയിലായിപ്പോയി. അതെ, പിന്നെ അധികം സ്ക്രീനുകളിലൊന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഫിലിം. എൻ്റെ ഒരു ഇതാണ്. എന്താ പറയാ, പ്രേക്ഷകർ ഈ സിനിമ അർഹിക്കുന്നു. അതായത് വന്ന് പിന്നെ തീർച്ചയായും ബിജു മേനോന്റെ ആസിഫ് അലിയുടെ ഒരു കോംബോ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് അന്വേഷണമൊക്കെ? എങ്ങനെയുണ്ട്? നമ്മളെ കിളി പാറിച്ചൊരു കുറ്റാന്വേഷണമായിരുന്നോ? ഈക്വലി നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോർത്തൊഴിൽ കണ്ടു കിട്ടിയ പോലത്തെ ഒരു കിട്ടില്ല. നായികമാർക്ക് വലിയ റോളില്ല. മിക്കവാറും ഈ ബിജു മേനോനും ആസിഫ് അലിയും തന്നെ വന്നാലേ കിടില എക്സ്പീരിയൻസ്. അല്ല, വളരെ ഞെട്ടിപ്പോയി. മീൻസ് പുള്ളിക്കാരൻ്റെ ഇതിന് മുന്നത്തെ കിടിലൻ ത്രില്ലർ കണ്ടിട്ടുള്ള ബൈസൈക്കിൾ ജീസ, അതിന് ശേഷം കിട്ടിയൊരു നല്ലൊരു കിടിലൻ പടം. ഇതിന്റെ ഇടയിൽ പെട്ടുപോയോ? ടർബോയുടെയും ഗുരുവായൂർ അമ്പലത്തിനുടെയും ഇടയിൽ പെട്ടുപോയി. പക്ഷെ എന്നാലും മിക്കവാറും അന്വേഷിപ്പിൻ അത് അധികം കളക്ഷൻ കിട്ടാതെ പോയില്ലേ. ഏതാണ്ട് അതും ഇതുപോലെ ആയി പോകുന്നൊരു ഡൗട്ടേ ഉള്ളൂ. പക്ഷെ കിട്ടില്ല എക്സ്പീരിയൻസ് ആണ്. മാക്സിമം കിട്ടില്ലോ എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചു. ആദ്യം മുതൽ അവസാനം വരെ കിട്ടില്ല എൻഗേജ്ഡ് ആയിട്ടാണ്. എങ്ങനെയുണ്ട് കിളി? എന്തെങ്കിലും പോയോ? നല്ല ഫിലിം. എങ്ങനെ ഭയങ്കരമായിട്ടൊരു കുറ്റാന്വേഷണ സിനിമയായിരുന്നു? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ആസിഫ് അലിയും ബിജു മേനോനും ഒരു കോംബോ? എങ്ങനെയുണ്ട്? നല്ല കോംബോ. എങ്ങനെയുണ്ടായിരുന്നു കിളി പാർച്ച് സിനിമ കണ്ടിട്ട്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട് രണ്ടുപേരുടെ? അടിപൊളിയായിരുന്നു. നായകന്മാരൊക്കെയോ? അനുശ്രീയും മിയ ജോർജൊക്കെ? കുഴപ്പമില്ല.